ഓക്കെ. ഒരു സെലിബ്രിറ്റി ആയിട്ട് നമ്മൾ സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ആൾക്കാരിലെ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു, ഇപ്പോൾ ആൾക്കാർ നമ്മളോടൊന്ന് മിണ്ടുന്നു, നമുക്ക് അവരുടെ ഒരു അല്ലെങ്കിൽ കുറച്ച് പേര് നിന്ന് കഴിയുമ്പോൾ നമ്മളെല്ലാവരും പോയി വിഷ് ചെയ്യും, നമുക്ക് അവരുടെ ഒരു ഗുഡ് ബുക്കിൽ കയറുക എന്ന് പറഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ ഒരു സെലിബ്രിറ്റിയുടെ ഉള്ളിലൊരു ഉപബോധ മനസ്സിലുള്ള ഒരു കാര്യമാണ്. അപ്പം ഒരു ഇപ്പോൾ അതിഥിയുടെ ഒരു മൂഡ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അതിഥി വരുന്ന സമയത്ത് ഇപ്പോഴാണെന്നുണ്ടെങ്കിലും അതിയുടെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ അതിഥിക്ക് ഒരിക്കലും ഇത് കാണിക്കാൻ പറ്റില്ല. അപ്പൊ എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അതിഥിയുടെ ഉള്ളിൽ ചിലപ്പോൾ അതിഥി വേറെ നിങ്ങൾ ഡിസ്റ്റർബ് അതിഥിക്ക് പുറത്ത് കാണിക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ല, കാരണം അതിഥി ഒരു സെലിബ്രിറ്റിയാണ്. അപ്പൊ ഈ ഗുഡ് ബുക്കിൽ ഇടം നേടി എല്ലാവരെയും പ്ലീസ് ചെയ്ത് പോവുക എന്നതിനും അപ്പുറം ആ ഒരു ഷെല്ല് ബ്രേക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പം ഒരു സുഹൃത്ത് വരുന്നു, ഒരു സുഹൃത്ത് കൊണ്ട് ഒരു പടത്തിന്റെ കഥ പറയണമെന്ന് പറഞ്ഞു, അപ്പം പെട്ടെന്ന് മനസ്സിൽ വന്നത് ഇത് ചെയ്താൽ വളരെ മോശമാണ്, എന്നാൽ ഇത് കൂട്ടുകാരനാണ്, എന്ത് ചെയ്യാൻ പറ്റും, ഇവരെ പിണക്കാനും പറ്റില്ല. അങ്ങനെ സിറ്റുവേഷനിൽ ഒരുപാട് നടീനന്മാർക്ക് അങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ആ ഒരു ഷെല്ല് ബ്രേക്ക് ചെയ്തൊരു നോ പറയാനൊക്കെ പഠിക്കുന്ന ഒരു സമയം എന്നായിരുന്നു? നോ ഇപ്പം നോ പറയുന്ന ജീവിതത്തിലാണെന്നുണ്ടെങ്കിലും കരിയറിലാണെന്നുണ്ടെങ്കിലും നോ പറയാൻ പിന്നെ ഇപ്പൊ നോ പറയും. മുൻപ് ഈ പറഞ്ഞ ബുദ്ധിമുട്ട് അവർക്ക് വിഷമാവോ, അല്ലെങ്കിൽ നമ്മളടുത്ത് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ആദ്യമൊക്കെ ആ വിഷമം ഉണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞു, പലതും അതിലൂടെ പോയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയല്ല ഇങ്ങനെ ആവണം എന്നൊക്കെ. അപ്പൊ ഇപ്പൊ നോ പറയാൻ അറിയാം, എന്ന് കരുതി ഹാർഷായിട്ട് ഇപ്പൊ നമ്മളാരും വലുതും ചെറുതൊന്നും അല്ല ആരുടെ അടുത്തും. നമുക്ക് പറയുന്ന രീതികളുണ്ടല്ലോ, അപ്പൊ അവർക്കും വിഷമില്ലാത്ത രീതിയിൽ നോ അവതരിപ്പിക്കാൻ പറ്റും ഇപ്പോ. അതെ. ഈ ഒരു 5 വർഷം മുന്നത്തെ അതിഥിയും ഇപ്പോഴത്തെ അതിഥിയും തമ്മിൽ ഈ അതിഥി ആ അതിഥി എങ്ങനെയായിരിക്കുന്നു വിലയിരുത്തുന്നത്? ആ അതിഥി ഭയങ്കര അല്ല, ഇതൊക്കെ ബുദ്ധിമുട്ട്. എന്താ അങ്ങനെ കംപ്ലൈൻറ്റ്സ്, നമുക്ക് ഫുള്ള് എന്താ പറയാ ബഹളങ്ങളായിരുന്നു. ഫുൾ ബഹളങ്ങളുള്ളൊരു അതിഥിയായിരുന്നു. കാരണം അതെന്താ അങ്ങനെ ഭയങ്കര ടെൻഷൻ അടിക്കുന്ന, എല്ലാത്തിനും എന്താ അങ്ങനെ വന്നത്, എന്താ എന്നോട് എന്തിങ്ങനെ വന്നത്, അങ്ങനെയൊക്കെ എനിക്ക് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്കത് ഇല്ല, കുറച്ചും കൂടി പീസ്ഫുള്ളാണ്. ഇപ്പം ഈ നേരത്തെ പറഞ്ഞ സെലിബ്രിറ്റി സ്റ്റാർഡം തന്നെ കണക്ട് ചെയ്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ചിരിച്ച മുഖം ഒഴിഞ്ഞാണെങ്കിൽ എവിടെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ, ചിരിച്ചുകൊണ്ട് മാത്രമേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു തിയേറ്ററിൽ നിന്ന് പടം കണ്ടിട്ട് ഇറങ്ങി, ഇപ്പോൾ വെറുതെ അതിഥിന്ന് അടിച്ചു കൊടുത്താലും തിയേറ്ററിൽ പടം കണ്ടിറങ്ങുന്ന ഒരുപാട് ഷോർട്സ് വരും. എല്ലാത്തിനും വളരെ ചിരിച്ച് എല്ലാവരെയും ചിരിച്ച് കാണിച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഈ സെയിം പ്ലീസ് ചെയ്യുന്ന ഈ ഒരു ഇപ്പം സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ റിയൽ ആയിട്ടുള്ളൊരു ഇമോഷൻ വീടിന് പുറത്തിറങ്ങി കാണിക്കാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഓൾമോസ്റ്റ് എല്ലാ സെലിബ്രിറ്റീസും. വിരൽ എണ്ണാവുന്ന ആൾക്കാരൊക്കെ അല്ലാതെ ഉള്ളൂ. ഇപ്പം അവരൊക്കെ റിയൽ ആയിട്ട് നിൽക്കുമ്പോൾ അവർ ചാടാന്ന് പറയുന്നത്, അവർ തെറി വിളിക്കുന്നത് കേൾക്കുന്നുണ്ട്. അല്ലാതെ പ്ലീസ് ചെയ്ത് പോകുന്നത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഉണ്ടായിരുന്നു സെലിബ്രിറ്റി തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഞാനിങ്ങനെ എപ്പോഴും ചിരിച്ച മുഖം മാത്രമല്ല, എൻ്റെ ചില വീഡിയോസ് ആണ് ഇങ്ങനെയൊക്കെ ഒരു ഇതില്ലാത്ത എല്ലാവരും എന്നോട് പറഞ്ഞ് എനിക്ക് ജാട ഉള്ള മുഖം എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചു എനിക്ക് ഭയങ്കര ജാടയാണ്, മിണ്ടാൻ ഇത്തിരി. ഞാൻ ആക്ച്വലി എന്തെങ്കിലും ഞാൻ അവിടെ പോയിട്ട് എനിക്ക് ഒരാളെ പോയി ബുദ്ധിമുട്ടിക്കണം. ഞാൻ കൈൻഡ് ഓഫ് ഇപ്പൊ എല്ലാരും പറഞ്ഞൊരു വേർഡ് ഉണ്ടല്ലോ, ആംബിവേർട്ട്, അതാണ്. അപ്പൊ ഞാനായിട്ട് വിചാരിച്ച അവിടെ പോയി ഇനി അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്നുള്ളൊരു സംഭവങ്ങളുണ്ടാവും. അപ്പൊ ചിലപ്പോൾ എൻ്റെ മുഖത്ത് ചിരി വരില്ല. ഞാൻ ചിലപ്പോൾ എന്താണ് പറയേണ്ടത്, ഇനിയിപ്പോൾ ഇങ്ങനെ നിൽക്കണോ, അതിൻ്റെ ഒക്കെ എൻ്റെ മുഖത്ത് വരും. എന്താണെങ്കിലും എനിക്ക് ഒരു ദേഷ്യമാണെങ്കിലും എനിക്ക് കംഫർട്ട് അല്ല എന്നുള്ളതുണ്ടെങ്കിലും ഒക്കെ മുഖത്ത് വരും. അത് വരും, എങ്ങനെ പോയാലും വരും. ചിലപ്പോൾ വെറുതെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വിചാരിച്ചിരിക്കും, പക്ഷെ മുഖത്ത് ഇങ്ങനെ സൈലൻസ് ആയതുകൊണ്ട് എല്ലാവരും വിചാരിക്കും ജാടയാണ്. അങ്ങനെയൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ ആരെങ്കിലും പിണങ്ങിയിട്ടൊക്കെ ഉണ്ടോ സിമ്പിൾ ആയിട്ട്? അല്ലെങ്കിൽ ഇപ്പൊ പണ്ട് ഞാനിത് ഇന്നസെന്റ് സാറ് പറഞ്ഞിട്ടുണ്ട്, മാനാർമത്തായി സിനിമയുടെ ലൊക്കേഷനിൽ വാണി വിശ്വനാഥ്, വാണി വിശ്വനാഥ് അദ്ദേഹം അവർ വന്ന് ഷൂട്ടിന് ഇടുന്ന സമയത്ത് ഇന്നസെന്റ് സാറിന് മിണ്ടണമെന്നുണ്ട്, എന്ന് ഇവരൊന്നും മിണ്ടണമില്ല. ഓ ഇത്ര ജാട പുറത്തുനിന്ന് വന്ന കർണാടക കുറെ ദിവസങ്ങളിൽ ഇന്നസെന്റ് സാറ് മിണ്ടിയില്ല. പിന്നെ മനസ്സിലാവണേ അന്ന് മലയാളം അറിയാൻ പാടാത്തോണ്ട് പുള്ളിക്കാരി പേടിച്ചിരിക്കുവായിരുന്നു, എന്ത് മിണ്ടും എങ്ങനെ മിണ്ടും എന്നുള്ള. അപ്പൊ നമ്മൾ കാണുന്ന കാഴ്ചപ്പാടുകൾ തെറ്റാണ് എന്ന് ഇന്നസെന്റ് സാറ് പറഞ്ഞു വെച്ചൊരു സ്റ്റേറ്റ്മെന്റിന് എക്സാമ്പിൾ ആണ്. അതല്ല ഇത് പറഞ്ഞപ്പോ ഞാനത് പെട്ടെന്ന് ശരിയാണ്. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ ആരെങ്കിലും നിസ്സാരമായിട്ടാണെന്നുണ്ടെങ്കിൽ? എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടൊക്കെ തന്നെ ഒരു 5 ദിവസമൊക്കെ കഴിയുമ്പോൾ അവർ പറയും, ഞാൻ വിചാരിച്ചു നീ ഭയങ്കര ജാട, മിണ്ടില്ല, നീ ഓരോന്നോ നിന്റെ വിചാരം എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ ഞങ്ങൾക്ക് തോന്നിയ. പക്ഷെ ഒന്നുമില്ല, വാ തുറന്നപ്പോ പോയി അങ്ങനെ പറഞ്ഞിട്ടുള്ളവരൊക്കെ ഉണ്ട്. പോയി ഇത്ര ഉള്ളൂ പറയാറുണ്ട്. കോ ആക്ടേഴ്സ് എന്ന് പറഞ്ഞപ്പം എപ്പോഴെങ്കിലും ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ എല്ലാ കാലഘട്ടത്തിലും നമ്മൾ രണ്ട് പേരെ എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം മോഹൻലാൽ മമ്മൂട്ടി അങ്ങനെ അതേ ഉദ്ദേശം. ഇപ്പം
ശോഭന ഉർവശി. അങ്ങനെ രണ്ടുപേരെ നമ്മൾ ആൾക്കാർ താരതമ്യം ചെയ്യുന്ന ഒരു രണ്ടുപേരെ എല്ലാ കാലത്തും എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ടാവും. ഇപ്പം അതിഥി സ്വയം, ഇപ്പം ആരെ പറഞ്ഞില്ല, അതിഥിക്ക് സ്വയം ഞാനും ഇവരും ഒരേ രീതിയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ടിരുന്ന സിനിമകളാണ് അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന സിനിമകളാണ് ഒരു പക്ഷേ അവർക്ക് കിട്ടേണ്ടിരുന്നത്. അങ്ങനത്തെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ എന്തെങ്കിലും ആരുമായിട്ടോ അല്ലെങ്കിൽ ടോട്ടാലിറ്റിയിൽ ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഞാൻ. കാരണം എന്താ പറയുക, ഇപ്പം ഒരു സിനിമ ചെയ്യാൻ തന്നെ പല ആളുകളും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പം നമ്മൾ അതിലങ്ങനെ എനിക്കൊരു അങ്ങനെ ഒരേപോലെ നിൽക്കുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം എനിക്കുള്ളത് എനിക്ക് പടം വന്നാൽ മതി എന്നുള്ളൂ. വേറൊരാൾ ചെയ്യുന്നുണ്ട് ഞാൻ ചിന്തിക്കാറില്ല. നമ്മൾ ഷാറുഖ് ഖാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ കുറിച്ച് നല്ല ചിന്തിക്കാനുമില്ല മോശം ചിന്തിക്കാനുമില്ല, സെൽഫ്ലെസ്ലി സെൽഫിഷ്. ആ ആറ്റിറ്റ്യൂഡാണ് എനിക്ക് കരിയറിൽ. ഞാൻ ഒരാളെ കുറിച്ച് ഒന്നും ചിന്തിക്കാനുമില്ല. ഞാനത് ഇടയ്ക്ക് വിചാരിക്കാറുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ ഇവരെന്തിനതൊക്കെ അന്വേഷിക്കുന്നത്, അങ്ങ് നിങ്ങളുടെ സിനിമ ചെയ്യും, ഞാൻ എൻ്റെ സിനിമ ചെയ്യട്ടെ. സോ ഞാൻ ചിന്തിക്കാറില്ല ആരുടെയും കാര്യമായിട്ട്. ബോധേഡല്ല. അവരവരുടെ സിനിമയൊന്നും അവർക്ക് അവരുടെ കണക്ഷൻ അല്ലെങ്കിൽ കോൺടാക്റ്റിൽ അല്ലെങ്കിൽ അവർ മുൻപ് ചെയ്ത സിനിമയെ ബേസ് ചെയ്ത് അവർക്ക് വർക്കുകൾ വരുന്നു, അവർ ചെയ്തുകൊണ്ട് പോകുന്നു. എല്ലാവർക്കും ഒരു അങ്ങനെയാണെങ്കിൽ സിനിമ ഇത്ര നടന്മാരും നടികളും ഉണ്ടാവില്ലല്ലോ. ഒരു നടനും ഒരു നടിയിലും ഒതുങ്ങിയാൻ ഇപ്പോഴും ഈ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ അവർ തന്നെ മതി എന്ന് പറഞ്ഞു പോയാൽ ഇപ്പോഴും ഓപ്ഷൻസ് ഉണ്ട് സിനിമകൾ ചെയ്യാൻ. ഞാനിപ്പോഴും സിനിമ കിട്ടുന്നുണ്ട്, സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രയും കോമ്പറ്റീഷൻ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, എനിക്ക് ഈ സിനിമകൾ വന്നാൽ മതി എന്ന് പറയുമ്പം 2014 ആംഗ്രി ബേബീസ് തുടങ്ങി ഇപ്പോൾ എത്തി നിൽക്കുന്ന സിനിമ വരെ ഏറെക്കുറെ 22-30 ഉള്ളിൽ സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു 2 മ്യൂസിക്കൽ വീഡിയോയും 3-4 ടെലിവിഷനാണോ സീരീസ് ആണോ ഷോർട്ട് ഫിലിംസ്, 2-3 ഷോർട്ട് ഫിലിംസും 22-23 സിനിമകളുമാണ് വിക്കിപീഡിയ പറയുന്ന കണക്ക് ശരിയാണെങ്കിൽ. അറൗണ്ട് 20. അത് ഇയർലി ഒരു 2 സിനിമ എന്ന് വെച്ച് കൂട്ടിക്കോ. സിനിമ ഇല്ലാതിരുന്ന വർഷങ്ങളുണ്ടോ? കോവിഡ് ആർക്കും സിനിമ ആ സമയത്ത്. പക്ഷെ ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തു. അപ്പോഴും ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടിരുന്നു. സോ ഫില്ല് ചെയ്യാറുണ്ട് ഓരോ വർഷം എന്തെങ്കിലുമൊക്കെ. അങ്ങനെ ഈ സെലക്ഷൻ പ്രൊസീജിയർ ഒക്കെ എങ്ങനെയാണ്? കാരണം വർഷത്തിൽ 2 സിനിമയാണ്. അതിഥിക്ക് വരുന്നതെല്ലാം സെലക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സിനിമകൾ ചെയ്യാം, ബാങ്ക് ബാലൻസ് വളരെയധികം കൂട്ടാം. ഈ ഇത്രയും സിനിമകളുടെ നമ്പർ ഓഫ് സിനിമകൾ എങ്ങനെയാണ് കുറവ് വരുന്നത്? എങ്ങനെയാണ്? അത്രയും നോക്കിയിട്ടാണ് ചൂസ് ചെയ്യുന്നത്? അല്ല, അത്രയും നോക്കിയിട്ടല്ല, അങ്ങനെ ഒത്തിരി വരുന്നതും ഇല്ല. ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒത്തിരി സ്ക്രിപ്റ്റുകൾ ഞാൻ ഡെയിലി ഒരുപാട് കേൾക്കുന്നു, അങ്ങനെയൊന്നുമില്ല. വരുന്നതിൽ നിന്ന് എനിക്ക് പറ്റുന്നത്, ഐ മീൻ നമ്മളെല്ലാം നോക്കുമല്ലോ. എനിക്ക് ആ ഫുൾ ടീം, ചിലപ്പോൾ ഒരാൾ കഥ പറയാൻ വരുമ്പോൾ തന്നെ ഓക്കെ നമുക്ക് ഈ ടീമായിട്ട് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഒരു കോൾ വരുമ്പോൾ നമുക്കറിയാം, അല്ലെങ്കിൽ അവരുടെ അപ്രോച്ച് നമുക്ക് മനസ്സിലാവും ഫസ്റ്റ് സിറ്റിങ്ങിലൊക്കെ തന്നെ. അപ്പം അത് നല്ല അപ്രോച്ചൊക്കെ കാണുമ്പോൾ തന്നെ ഞാൻ ഓക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ ആ കഥ നമുക്ക് ചെയ്യാം. ചിലപ്പോൾ എനിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാത്ത സിനിമകളും ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. എനിക്ക് സിനിമയുടെ ഭാഗമാകാൻ, ആ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ, അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്.